ഇതാ മഴ ഇങ്ങനെ പെയ്തൊലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പെരും മഴക്കാലം അങ്ങനെ വീണ്ടും വന്നെത്തി. അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വതി. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് വരെ ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ ഇതാ കുട്ടി കുടുംബന്മാരെയും വെച്ചിട്ട് നമുക്കിന്നൊന്ന് റൂം ക്ലീൻ ചെയ്താലോ. നമ്മളെ റൂം എങ്ങനെ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്കൊന്ന് സുന്ദരമാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ ചെയ്യേണ്ടത് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാം വലിച്ചു വാരിയിട്ട തുണികളും നന്നായിട്ട് ഒതുക്കി മടക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ മുറിക്കൊരു പ്രത്യേക ഒരു ഐശ്വര്യം ഒന്നും തന്നെ പറയാം. കാരണം തുണികളൊക്കെ ഒതുങ്ങി കിടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി സമാധാനമായി നമ്മുടെ റൂമിൽ ഒരുപാട് സ്പേസും ഉണ്ടാവും. അപ്പോൾ ഞാൻ തുണികളൊക്കെ വാരി വലിച്ചെടുത്ത് കട്ടിൽ മട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ മക്കളുടെ തുണികൾ മാത്രമാണ് എടുത്തിട്ട് അതിൽ നിന്ന് ചില ഡ്രസ്സിൻ്റെ ബട്ടൺസ് ഇതൊക്കെ പോയിട്ടുണ്ട്, പുതിയ ഡ്രസ്സുകളൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് തയ്ച്ചൊക്കെ എടുക്കാം. പിന്നെ ഈ അലക്കാനുള്ളത് മക്കളായതുകൊണ്ട് ചിലപ്പോൾ കഴുകാനുള്ളതൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടിടും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മാറ്റി എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. അങ്ങനെ ഞാൻ തുണികളെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ നേരെ നമുക്ക് ബെഡ് ക്ലീൻ ചെയ്യാം. ബെഡ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് എല്ലാം റിമൂവ് ചെയ്യാം. അതായത് കഴുകാനുള്ള ഷീറ്റും പില്ലോ കവറും ബ്ലാങ്കറ്റും ഒക്കെ നമുക്ക് ആദ്യം എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ അതാ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ റൂമിലുള്ള മാറാല, അതായത് മാറാലകളും പൊടികളും ഒക്കെ നമുക്ക് അടിച്ചിങ്ങോട്ട് എടുക്കാം. നമ്മളൊരു കുഞ്ഞു റൂമാട്ടോ, അത്ര വലിയ റൂമൊന്നുമല്ല. മഴ അവിടെ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഒരു ക്ലീനിങ്ങും. മഴക്കാലമല്ലേ, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ അത് മാറാലയൊക്കെ തട്ടിക്കഴിഞ്ഞ് നമുക്ക് എല്ലാം ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ കുറച്ച് പെനോയിൽ കുറച്ച് വെള്ളത്തിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുക്കി പിഴിഞ്ഞെടുത്തിട്ട് ഇതാ ജനലിൻ്റെ കമ്പികളൊക്കെ നല്ലപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ജനലിൻ്റെ കമ്പിയൊക്കെ തുടച്ചെടുക്കാൻ കുറച്ച് പാടാണ്. എന്നിരുന്നാലും നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക. കാരണം പൊടി ഉണ്ടെങ്കിൽ അവിടെ എവിടെയും പറ്റി പിടിച്ചെടുക്കും. പിന്നെ നമുക്ക് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ജനലുകളൊക്കെ തുടച്ചെടുത്തു. അപ്പോൾ തന്നെ കൈ പുറത്തേക്കിട്ട് വലിച്ച് കെട്ടിയിട്ടൊക്കെ തുടയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് ബാക്കിയും കൂടെ ജനലിൻ്റെ ഗ്ലാസ് തുടച്ചിടും. അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ ഞാനും തുടച്ചെടുത്തു. ഫോട്ടോ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമ്മളിങ്ങനെ എക്സിബിഷൻ ബോർഡ് ഇങ്ങോട്ട് വലിച്ചതുകൊണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇനി എല്ലാതും അതാത് സ്ഥാനത്ത് വെക്കുക. ബാഗുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കുക, എല്ലാം ഉണ്ടോ, അത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളതൊക്കെ ചിലതാ കണ്ടോ. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ വിസിറ്റ് ഉള്ളതുകൊണ്ട് ഈ ആവി പിടിക്കുന്ന മാസ്ക് ഒരുപാടുണ്ടാവും കേട്ടോ കയ്യിൽ. അപ്പോൾ നല്ലതൊക്കെ എടുത്തിട്ട് ഞാൻ ആ ബാഗിനകത്ത് എടുത്തിട്ട് വെച്ച് പിന്നെ എന്താ ഫോൺ ചാർജ് ചെയ്യാനിട്ടായിരുന്നു. അപ്പോൾ ചാർജറൊക്കെ അതായത് സ്ഥാനത്ത് വെച്ച്. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് ഇതാ ഈ ഫാനൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാ ആഴ്ചയും വൃത്തിയാക്കി എടുക്കുന്നുണ്ടോ, എന്നാലും നല്ല പൊടി ഉണ്ടാവും. ഇനി അങ്ങോട്ട് പൊടി ആവില്ല എന്ന് കരുതുന്നു. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് കാറ്റടിച്ച് പൊടിയൊന്നും ആവില്ല. പിന്നെ ഇതാ നമ്മൾ അലമാരൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അത് കഴിഞ്ഞ് റൂം ഫുള്ളായിട്ടൊന്ന് അടിച്ച് വാരിയെടുത്ത് നമുക്ക് തുടച്ചെടുക്കാം. അപ്പോഴേക്കും പകുതി പണി കഴിഞ്ഞിട്ടോ. പിന്നെ ഇത് അടിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർത്തെ മാറാല തട്ടി കട്ടിലുമൊക്കെ വീണിറക്കണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞു. പിന്നെ ഇതാ കുറച്ച് പെനോയിലും ഇച്ചിരി ഷാമ്പുവും കൂടെ ഇട്ടിട്ടാട്ടോ നമ്മൾ റൂം തുടച്ചെടുത്തത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വൈപ്പർ എടുത്ത് തുണിയിട്ട് പിഴിഞ്ഞങ്ങ് തുടച്ചതിനുണ്ടല്ലോ നല്ല സുഖമായിട്ടോ തുടയ്ക്കാൻ. കട്ടിലിൻ്റെ ഉള്ളിലും അലമാരൻ്റെ അടിയിലും പിന്നെ ആ ടീപ്പോയി മാറ്റിയിട്ടും അവിടെയൊക്കെ നമ്മൾ തുടച്ചെടുത്തു. പിന്നെ നമ്മൾ അടുത്ത പരിപാടി എല്ലാം പഴയതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കർട്ടൻ 2 പീസ് കർട്ടൻ ഇടുമ്പോൾ ഈ ലാസ്റ്റ് വരുന്ന ആ ഹോള് വിട്ടിട്ട് അടുത്തതിൻ്റെ ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ അതിട്ട് കഴിഞ്ഞാൽ നമ്മളെ കർട്ടൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങൂല കേട്ടോ. നമ്മളെ കുഞ്ഞു മക്കൾസ് ഉണ്ടെങ്കിൽ പ്രധാന പരിപാടി അത് പിടിച്ച് വലിക്കലാവും. അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ബെഡ് വിരിക്കാം. ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ 4 സൈഡും ഇതേപോലെ നോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിരിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷീറ്റ് അനങ്ങൂല കേട്ടോ. അതേപോലെ തന്നെ കിടക്കും. എത്ര കുത്തി പറഞ്ഞാലും ശരി ബെഡ് അതേപോലെ നല്ല ക്ലിയർ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്, നല്ല ടൈറ്റായിട്ട്. അപ്പോൾ അത് നമ്മളെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതായത് എങ്ങനെയാണ് ബെഡൊക്കെ വിരിച്ച് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്പേസ് കൊടുത്തു. നമ്മളെ ബാഗ് ഇച്ചുണ്ട് കളിപ്പാട്ടം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഒരു സുഗന്ധം കിട്ടാനും പിന്നെ കൊതുകൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോളും. കുറച്ച് ഇത് സാമ്പ്രാണി കേട്ടോ, അതെടുത്തിട്ട് നമുക്കൊന്ന് പുകച്ചതാക്കാം. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പണി നമ്മൾ അലമാര വൃത്തിയാക്കൽ കണ്ടു. എല്ലാം അതിൻ്റേതായ രീതിയിൽ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.